ചന്ദനമഴ. ഇത് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ട്രാക്ക് ഇങ്ങനെ മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ സത്യം പറയല്ല, ഞാൻ സിനിമ പുഷ്പ 1 എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് തരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിൻ്റെ പാട്ടുകൾ വന്നപ്പോഴത്തേക്ക് ഒരു ഭോജ്പൂരി ലെവൽ പാട്ടുകളൊക്കെ ആയിരുന്നു ആ ഒരു മേക്കിങ്ങിൽ. അപ്പം ഞാൻ അല്ലു അർജുൻ ഒരു ഭോജ്പൂരി സിനിമയിൽ ലാർജ് സ്കെയിലിൽ ഒരു 600 കോടി മുടക്ക് മുതലുള്ള വരുന്ന ഒരു ഭോജ്പൂരി സിനിമയിൽ അല്ലു അർജുൻ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ വന്നത്. ഞാൻ ഭോജ്പൂരി സിനിമകൾ അടിച്ചു താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഭോജ്പൂരി ആൽബം സോങ്സ് ആയിരുന്നില്ല, പാട്ടുകളെല്ലാം അങ്ങനത്തെ ഒരു. പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫ് മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുറേ മാസ് മീൻസ് ഇടയ്ക്കിടയ്ക്കുള്ള എലിവേഷൻസ് എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്ക് മാസ് കാണിച്ച് എല്ലാം കയ്യിലിനി ആവനാഴിയിൽ പിന്നെ അമ്പില്ല, തീർന്നു, ആ ഒരു അവസ്ഥയെത്തി. അപ്പം അതിന് ഞാൻ പറയുന്നത് കഥാപാത്രത്തിന് മോശമാക്കാൻ അല്ലെങ്കിൽ വേറൊന്നുമല്ല, കാരണം കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയൊരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഒരു നായകൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നായകൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളൊരിതാണ്. പിന്നെ ആന്ധ്രാപ്രദേശിൽ ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു എലമെൻറ്റ്സ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായിപ്പോയി പെട്ടെന്ന്. അതിൻ്റെ അടുത്ത വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോവും. അതുകൊണ്ട് ഇത് മോന്തയൊന്നുമല്ല, ഇത് നമ്മളെ എന്തൊക്കെ പറയാ, ഒരു പരിധിവരെ ഫസ്റ്റ് ഹാഫിൽ മാസ് കാണിക്കുന്നതെല്ലാം ഡയലോഗിലൂടെയും കൂടുതലൊന്നുമല്ല. തുടക്കത്തിൽ കോമഡി മാസ് കാണിക്കുന്ന കോമഡി സീനിലൂടെയൊക്കെയാണ് മാസ് കാണിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ കോമഡി ഒന്നുമില്ല, വയലൻസ് ആണ്. അത് ഇത് എന്തോ എനിക്ക് ആർക്കും പുള്ളിക്കാരന് മോന്ത പിടിച്ചിറക്കാനെന്നതില്ല, പക്ഷേ ശരീരത്തിലൂടെ എല്ലാം ബാക്കിയെല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട രീതിയിൽ പുള്ളിയെല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഒരു കുഴപ്പമില്ല. ഇപ്പം ചിലപ്പോൾ അത് ഒരുപക്ഷെ ചിലപ്പോൾ നോർത്തിൽ കുറേ കൂടെ ഒരു സെൻറ്റിമീറ്റർ ആക്കി ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, കാരണം എനിക്ക് അവരുടെ ഒരു റിവ്യൂ കൂടെ കാണാനുണ്ട്, ചിലപ്പം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് പോയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിന് വേണ്ടി പോകാതെ സെക്കൻഡ് പാർട്ടിൽ തന്നെ ഒന്ന് ഒതുക്കിയിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു ബെറ്റർ ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി.